മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 162 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 17 മുതൽ 20 വരെ, 2 കൊരിന്ത്യർ 13 അധ്യായം നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആൻസേഴ്സ് റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ശരി ഉത്തരങ്ങൾ എന്തായിരുന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, വൃദ്ധന്മാരുടെ അലങ്കാരം എന്ത്? ഉത്തരം നര. സദൃശ്യവാക്യങ്ങൾ 20ന്റെ 29ലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മൃഗത്തിന്റെ ശബ്ദം പോലെയുള്ളത് എന്ത്? മൃഗം ഏത്? ഉത്തരം രാജാവിന്റെ ഭീഷണം. സദൃശ്യവാക്യങ്ങൾ 20ന്റെ 2, മൃഗം സിംഹം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പട്ടിണി കിടക്കുന്നത് ആര്? ഉത്തരം അലസചിത്തൻ. സദൃശ്യവാക്യങ്ങൾ 19ന്റെ 15ലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്വർണം ഉരുക്കുന്നതിന് ഉപയോഗിക്കുന്ന കട്ടിയുള്ള പാത്രം ഏത്? ഉത്തരം മൂശ. സദൃശ്യവാക്യങ്ങൾ 17ന്റെ 3ലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് കാണുന്ന ആശീർവാദ വചനം ഏത്? ഈ വചനം ഇന്ന് മിക്കവാറും ആലയങ്ങളിൽ ആരാധനയുടെ അവസാനം കേൾക്കാം. ഏതാണ്? ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 13ന്റെ 13ലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത പോർഷൻസ് പറയുന്നു, സദൃശ്യവാക്യങ്ങൾ 21 മുതൽ 24 വരെ, ഗലാത്യർ 1-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.